ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ VV മുസ്തഫ അവർകൾ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സംഗീതരത്നം ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അവർകൾ, സ്വാഗതഭാഷണം നടത്തിയ പ്രഥമാധ്യാപകൻ ശ്രീ P സത്യനാഥൻ സർ, ആശംസ അർപ്പിച്ച് സംസാരിച്ച SMC ചെയർമാൻ ശ്രീ ഡോക്ടർ അബ്ദുൽ ഹക്കീം സർ, പ്രിൻസിപ്പൽ ശ്രീ MTP മുഹമ്മദ് ഉണ്ണി മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ശ്രീമതി K സീനത്ത് അവർകൾ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ K അബ്ദുൾ റഷീദ് മാസ്റ്റർ, ആശംസ അർപ്പിച്ച് സംസാരിച്ച മുൻ HM ശ്രീ സുരേന്ദ്രൻ സർ, ശ്രീമതി അജിത ടീച്ചർ, ശ്രീമതി ലത ടീച്ചർ, ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ KC സതീശൻ മാസ്റ്റർ, സദസ്സിലുള്ള PTA മെമ്പർമാരെ, മദർ PTA മെമ്പർമാരെ, പൂർവ അധ്യാപകരെ, പൂർവ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നല്ല ധൈര്യത്തോടു കൂടി പതറാതെ സംസാരിക്കാൻ പറ്റുമെന്ന ഒരു ചിന്തയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കൂടുതൽ വികാരാധീനയായിരിക്കുകയാണ്. മഹാകവി കുമാരനാശാൻ പറഞ്ഞതുപോലെ, തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്ന് ഭാഷയത പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇന്ന്. എന്തു പറയണം, എങ്ങനെ പറയണം, ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് എന്ന ആശങ്കയിലാണ് ഞാനുള്ളത്. ഒന്നുകിൽ ഞാൻ നിർത്താതെ പറയും, അല്ലെങ്കിൽ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തും. അതെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക മുഴുവൻ പറയാൻ സാധിക്കട്ടെ എന്ന്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ എല്ലാവരും പറഞ്ഞു ഞാൻ ഒരമ്മയെ പോലെയാണ് സ്കൂളിൽ പ്രവർത്തിച്ചതെന്ന്. അത് 100-ൽ അധികം, എത്ര വേണമെങ്കിലും അത് കണക്ക് കൂട്ടാം. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. അതുപോലെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയം എൻ്റെ വീട് തന്നെയായിരുന്നു. എന്നോടൊപ്പമുള്ള വർക്ക് ചെയ്തിരുന്ന എല്ലാവരെയും ഞാൻ കുടുംബാംഗങ്ങളെ പോലെയാണ് കരുതിയത്. അതെങ്ങനെ ഫീൽ ചെയ്തു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യം 100% ശരിയായിരുന്നു. ഇവിടെ എനിക്ക് 2013 ജൂലൈ 12-ന് PSC കിട്ടി വരുമ്പോൾ ഇവിടെ നിർമ്മല ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അപ്പോഴേ ശാരീരികമായ വിഷമതകൾ ഉണ്ടായതുകൊണ്ട് അവർ മിക്കപ്പോഴും തലശ്ശേരിയാണ് വരാറില്ല. അതിനുശേഷമുള്ള മൊത്തം 8 HMമാരുടെ കീഴിൽ, അതും അതിപ്രഗത്ഭരായ 8 ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രഥമാധ്യാപകരുടെ കീഴിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിലിപ്പോൾ തന്നെ 2 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ, അതുപോലെ കണ്ണൂർ DO ആയി പിരിഞ്ഞ ശ്രീമതി അജിത ടീച്ചർ, അതുപോലെ സുഗുണ മാഷ്, ദീപ ടീച്ചർ, ഇപ്പോൾ കണ്ണൂർ DO ആയ ദീപ ടീച്ചർ, പിന്നെ ഒരു രാമകൃഷ്ണ മാസ്റ്റർ, മുകുന്ദൻ സാർ, സതി ടീച്ചർ എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് അറിയില്ല, പ്രത്യേകം വിളിച്ചിരുന്നു. ഇവരുടെ കീഴിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഞാൻ ഇവരെ ഇരുത്തി
പുകഴ്ത്തുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഇപ്പോഴ് അവസാനമായിട്ട് നമ്മുടെ സത്യമാഷും. അപ്പോൾ ഇവർ 8 പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരായിരുന്നു. ഇവരിൽ നിന്നൊക്കെ പലതും കണ്ടും കേട്ടും മനസ്സിലാക്കി സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ സമയം വൈകുന്നില്ലെങ്കിൽ പറയാം. വൈകുന്നുണ്ടോ പക്ഷേ? ഇല്ല. ഞാൻ 1990 കണ്ണൂർ സെഷണൽ BEd കിട്ടിയത്. ഒരു +2 വരെ ഞാനൊരു ആവറേജിൽ താഴെയായിരുന്നു. ഡിഗ്രി ക്ലാസ് മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഡിഗ്രിക്ക് പൈനു കോളേജിൽ മലയാളം പഠിച്ചപ്പോൾ അതിൽ കുറച്ച് മാർക്കേ കുറവുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹിന്ദി BEd കഴിഞ്ഞ ഒരു ശശിമാഷുണ്ട്. അദ്ദേഹമാണ് എൻ്റെ എല്ലാ പഠനത്തിനും മാർഗദർശിയായിട്ട് നിന്നത്. എനിക്ക് ഡിഗ്രി കഴിയുന്നത് വരെ BEd എന്താണ്, എങ്ങനെയാണ് BEdന് അപേക്ഷിക്കേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, എൻ്റെ ഏട്ടൻ ചന്ദ്രേട്ടനോട് പറഞ്ഞു, അവളെ മലയാളത്തിന് ചേർക്ക്, ഡിഗ്രിക്ക് ചേർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളം പഠിച്ചു. എനിക്ക് അത്ര മലയാളം ഇഷ്ടമായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം കണക്കായിരുന്നു. കണക്ക് ക്ലാസ്സിൽ ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിൽ കണക്ക് ചെയ്ത് കഴിഞ്ഞ് ടീച്ചർ ഇപ്പോഴത്തേക്ക് തിരിയുമ്പോൾ ഞാൻ കാണിക്കും, പക്ഷേ എഴുതി ഉത്തരം കാണിക്കും. അപ്പോൾ അത്ഭുതത്തോടെയാണ് കണക്ക് ടീച്ചർമാർ നോക്കാറ്. പക്ഷെ വീട്ടിൽ പോയിട്ട് പഠിക്കൂല. അതുകൊണ്ട് തന്നെ കാണുന്ന മാർക്കൊന്നും കാണൂല. വിഷയം കണക്കായിരുന്നു. അപ്പോൾ ആ ശശിമാഷിൻ്റെ നിർദ്ദേശപ്രകാരം മലയാളം പഠിച്ചു. അതുകൊണ്ട് ഈ മാർക്ക് ഉണ്ടായാൽ കണ്ണൂർ BEdന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൂർ സെഷണൽ BEdന് കിട്ടി. അങ്ങനെ 91 മുതൽ 93 വരെ മാടായി ബോയ്സ്, ചെറുതാഴം ഗവൺമെൻറ് ഹൈസ്കൂള്, കൊട്ടില ഗവൺമെൻറ് ഹൈസ്കൂള്, ഇവിടെയൊക്കെ കൊല്ലത്തിൽ 2-3 മാസം ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ല. ഒരു സ്ഥിര വരുമാനം വേണമെന്ന് കരുതി ഞാൻ ISTയിൽ 1 വർഷം കേളോത്ത് ISTയിൽ വർക്ക് ചെയ്തു. തുടർന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ശകുന്തള ടീച്ചർ 95 മുതൽ എന്നെ PS വിദ്യാലയ, ഏറ്റവും പ്രഗത്ഭരായ, അല്ലെങ്കിൽ പ്രഗത്ഭര് എന്ന് പറഞ്ഞാൽ പൊതുവേ അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിന് അത്ര ആൾക്കാരില്ല. കോളേജ് ലെക്ചേഴ്സ്, ഡോക്ടർമാർ, ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായിരുന്നു PS വിദ്യാലയ. അവിടെ ഒരു ചാൻസ് കിട്ടൽ ഒരു PSC കിട്ടുന്ന പോലെയാണ്. അപ്പോൾ 95 മുതൽ 2013 ഇവിടെ ജോയിൻ ചെയ്യുന്നത് വരെ എൻ്റെ ചോരയും നീരും മുഴുവൻ ആ വിദ്യാലയത്തിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ആണ് 3-4 PSC ലിസ്റ്റ് വന്നിരുന്നു. എൻ്റെ ഭാഗ്യക്കേട് കൊണ്ട്, ഭാഗ്യമോ ഭാഗ്യക്കേടോ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഈ 2013 ജൂലൈയിലാണ് കിട്ടിയത്. ഒരു 92-ലോ 93-ലോ ഒരു 45,000 രൂപ കൊടുത്താൽ കൈക്കോട്ട് കടവ് ഹൈസ്കൂളിൽ ജോലി കിട്ടുമെന്നും ആ ശശിമാഷ് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ഏട്ടൻ വീട്ടുപണിക്ക് പൈസ അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഇളയ ഏട്ടനും അമ്മയും പറഞ്ഞു, എന്നാ ചെയ്യുന്നത്, 45,000-ന് ചേരുന്നോ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ, ഞാൻ പറഞ്ഞു, എന്തിനാണ് ഒരു വീടിൻ്റെ പൈസ എടുക്കുന്നത്, വേണ്ടമ്മേ, ഞാൻ PSC എഴുതി നേടിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ കുറ്റബോധം തോന്നിയിരുന്നു. എങ്കിലും മോശമല്ലാത്ത ജീവിത രീതി PS നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. 13 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ എന്താ പറയേണ്ടത്, അങ്ങനെ ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു കണ്ണൂർ വരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ബാഗിൽ മിഠായി കരുതുമായിരുന്നു. അപ്പോൾ PSC ലിസ്റ്റുമായിട്ട് ഭർത്താവ് PSC ഓഫീസിലേക്ക്, BEd അല്ല DD ഓഫീസിലേക്ക് പോയപ്പോൾ പറഞ്ഞു, 3 സ്കൂള് ഒഴിവുണ്ട്, കാർത്തികപുരം, ഉളിക്കൽ, എട്ടിക്കുളം, ഈ 3 സ്കൂളിലാണ് ഒഴിവുള്ളത്, ഏത് വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ എട്ടിക്കുളവുമായിട്ട് എനിക്ക് നല്ല ആത്മബന്ധമുണ്ട്. എൻ്റെ അമ്മാമൻ, നേരമ്മാമൻ മൊട്ടക്കുന്ന് ആണ് അദ്ദേഹം താമസിക്കുന്നത്. കണ്ടോത്തുകാരൻ കോരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ രക്ഷിതാവാണ്, പ്രഭാകരൻ.
അപ്പോൾ പ്രഭാകരനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ 100% ആണ് 10ാം ക്ലാസ്സിന്, മോശമല്ല, നല്ല സ്കൂളാണെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ കുട്ടിക്കാലത്ത് ഏറെ ആഗ്രഹിച്ച നാടാണ്, നമ്മൾ എട്ടിക്കുളം എന്ന് പറയില്ല, എട്ടിയോളം എന്നാണ് പറയുക. എട്ടിക്കുളം എൻ്റെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയുടെ കൈയും പിടിച്ച് ഞാനും എൻ്റെ മൂത്ത ചേച്ചിയുടെ മകനും കൂടി കപ്പൽ മുങ്ങിയ സമയം ഈ കുറുങ്കടവ് കടന്ന് പൂച്ചാല് വഴിയാണെന്ന് തോന്നുന്നു നടന്നു വന്നു, ചെരുപ്പൊന്നുമില്ല, നടന്നു വന്ന് ഇവിടെ ഇരുന്ന് ആ കപ്പലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് കടലും ആനയും. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഞാൻ പടിഞ്ഞാറ് നടയിൽ ആനയുടെ മുന്നിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത് രണ്ടും എത്ര കണ്ടാലും മതി വരില്ല. തിരിച്ചു പോകുമ്പോൾ ആ പൂച്ചാല് പ്രദേശത്തോ മറ്റോ ദാഹിച്ചിട്ട് ഇതുപോലെ കടകളില്ല. അപ്പോൾ ഒരു അമ്മ ഒരു കുളം പോലെയുള്ളിടത്തു നിന്ന് വെള്ളം കോരുന്നുണ്ട്. ആ വെള്ളം കൈക്കുമ്പിളിൽ കോരിത്തന്ന് കുടിച്ചതും ഒക്കെ ഓർമ്മയുണ്ട്. പിന്നെ മിക്കപ്പോഴും അമ്മാവനും ആൾക്കാരും പയ്യന്നൂരെയൊക്കെ വരികയാണ്. നമ്മളിങ്ങോട്ട് അന്ന് വേനും മറ്റൊക്കെയാണ്, ഇതുപോലെ ബസ്സൊന്നുമില്ല. പിന്നെയും 2-3 പ്രാവശ്യം വരുമ്പോൾ എന്നെ പറിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം കൊണ്ടും ഏറെ ഇഷ്ടപ്പെട്ട നാട് തന്നെയാണ് എട്ടിക്കുളം. അവിടെ ജോലി ചെയ്തു. പക്ഷെ ഞാൻ വന്ന സാഹചര്യത്തിൽ നിന്നും എനിക്ക് തീരെ പൊരുത്തപ്പെടാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ആദ്യകാലത്ത്. അതെൻ്റെ കുറവാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നമ്മൾ വേറിട്ട് നിന്നിട്ട് അവരെ പഠിപ്പിക്കാൻ നോക്കുകയല്ല വേണ്ടത്. കുട്ടികളെ നാം പഠിച്ചിട്ട് അതിനനുസരിച്ച് പോവുകയാണ്. അത് ഇവിടുത്തെ മക്കൾ എന്നെ പഠിപ്പിച്ചു. കുറച്ചു കാലം എനിക്ക് വലിയ വിഷമമൊന്നുമില്ലാതെ അങ്ങനെ പഠിപ്പിക്കാൻ പോയി. പിന്നെ റഷീദ് മാഷ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ കുട്ടികളുടെ മുന്നിൽ വന്നാൽ, കുട്ടികളുടെ മുന്നിൽ വരണ്ട, എൻ്റെ ഭർത്താവ് പലതും പറയുമ്പോൾ ഞാൻ പലതും കേൾക്കാറില്ല. എപ്പോഴും ഇവരെക്കുറിച്ചുള്ള ചിന്തയാണ്. പൊതുവെ എല്ലാവരും പറയാറുണ്ട് സ്കൂളിലുള്ളത് വീട്ടിലേക്കും വീട്ടിലുള്ളത് സ്കൂളിലേക്കും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ വീട്ടിലുള്ളതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. പലതും എനിക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാൻ സ്കൂളിലെത്തി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ വൈകുന്നേരം ഗേറ്റ് കടക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരല്. അപ്പോൾ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബസ് കയറിയാൽ തന്നെ അത് നമ്മൾ അധ്യാപകർ ഒരേ സീറ്റിലുണ്ടായാൽ നമ്മൾ ആരും സ്റ്റാഫ് റൂമെന്നും ബസ്സെന്നും ഒരു സീരിയലിൻ്റെ കഥയോ സിനിമയുടെ കഥയോ ഒന്നുമല്ല, വസ്ത്രങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പറയാറ്. മുമ്പുള്ള സ്കൂളുകളിൽ മിക്കവാറും നമ്മൾ സ്റ്റാഫ് റൂമിലെത്തിയാൽ അന്നത്തെ ഇറങ്ങുന്ന സിനിമകൾ, സീരിയലുകൾ, വേഷഭൂഷാദികൾ ഇവയെക്കുറിച്ചൊക്കെയാണ് ചിന്ത. നമ്മൾ MASSലെ 2 ടീച്ചർമാർ ഒരു സീറ്റിലുണ്ടായാൽ അവിടുന്ന് ഇവിടം വരെ നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ സംസാരം മാത്രമാണ് ഉള്ളത്. അങ്ങനെ ആണ് നമ്മളെല്ലാം മറന്നിട്ട് പോകാറ്. ഇനി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, എൻ്റെ ഭർത്താവിൻ്റെ കഷ്ടകാലാണ് വരുന്നത്. ഇതുവരെ എനിക്കൊന്നും കേൾക്കാനോ പറയാനോ പറ്റിയിട്ടില്ല. ഇനി അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ശല്യമായിരിക്കും. പിന്നെ എൻ്റെ ചേച്ചി ചിരിക്കുന്നുണ്ടാവും. ഇവർ പലരും പറഞ്ഞു വളരെ ക്ഷമയുള്ളവളാണ്. എൻ്റെ 8 മക്കളാണ്. 8-ൽ 8ാമത്തെ ആളായ എന്നെ എൻ്റെ സഹോദരങ്ങളോ അമ്മയോ അച്ഛനോ നാട്ടുകാർ പറയിക്കാനായിട്ടില്ല ഒരാൾ പോലും വിലാസിനിക്ക് ക്ഷമ ഉണ്ട് എന്ന് പറയില്ല. അങ്ങനെ ക്ഷമാശീലം വരുത്തിയത് ഈ സ്കൂള് തന്നെയാണ്. എൻ്റെ കുട്ടികളാണ് എന്നെ ക്ഷമ പഠിപ്പിച്ചത്. ഞാൻ സ്വയം മാറിയതാണ്. അങ്ങനെ കുട്ടികൾ മാത്രമല്ല, എൻ്റെ ഹെഡ് മാസ്റ്റർമാരും എൻ്റെ സഹപ്രവർത്തകരും എത്ര പറഞ്ഞാലും, സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നന്ദി വാക്കുകളിൽ ഒതുക്കുന്നില്ല. എല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ന് നമ്മുടെ സ്കൂളിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. നമുക്ക് ശക്തരായ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. PTA പ്രസിഡന്റിന് നല്ല പ്രവർത്തന കഴിവുള്ള, ഒരുപാട് ഈ മേഖലകളിൽ പ്രവർത്തിച്ച, ഒരുപാട് അറിവുള്ള, ലോകപരിചയമുള്ള അദ്ദേഹത്തെ ഇരുത്തി പറയുകയല്ല ചെയ്യുന്നത്. പലപ്പോഴും അദ്ദേഹം ഒഴിവുള്ള സമയത്തൊക്കെ വന്നിട്ട് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും
പങ്കെടുക്കാറുണ്ട്, നിരീക്ഷിക്കാറുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യുന്ന ഒരു നല്ല PTA പ്രസിഡൻ്റാണുള്ളത്. അതുപോലെ തന്നെ SMC ചെയർമാൻ ഡോക്ടർ ഹക്കീം സർ, അദ്ദേഹമാണ് എനിക്ക് മാസങ്ങൾക്ക് മുന്നേ യാത്രയയപ്പ് തന്നു. അപ്പോൾ അന്നേ യാത്രയയപ്പ് വാങ്ങി ഞാനൊരു പരുവത്തിലായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും നല്ല ധൈര്യം ഉണ്ടാകും എന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ മുന്നേ ഒരുപാട് സാമ്പത്തിക നിലയുള്ള രക്ഷിതാക്കളുള്ള സ്കൂളിൽ നിന്നാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ. അപ്പോൾ അവരിലൊന്നും കാണാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും ദാനശീലനായ, നമ്മുടെ സ്കൂളിൻ്റെ കഷ്ടപ്പാടുകൾ പറയാതെ തന്നെ സ്വയം ഏറ്റെടുത്തിട്ട് ചെയ്തു വരുന്ന ഒരു മഹത് വ്യക്തിയെയാണ് നമുക്ക് SMC ചെയർമാനായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഭാഗ്യം തന്നെയാണ്. അതുപോലെ HMM പ്രഥമാധ്യാപകരെ കുറിച്ച് പറഞ്ഞു. അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ ഉദ്ഘാടകനെ ഇദ്ദേഹത്തെ അല്ല കണ്ടത്, ഒരു പ്രശസ്ത സാഹിത്യകാരനെയാണ് കണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് മറ്റൊരു അത്യാവശ്യ കാര്യത്തിന്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ നമ്മുടെ ഈ സംഘടിപ്പിച്ച HM, സ്റ്റാഫ് സെക്രട്ടറി, അതുപോലെ സതീശൻ മാസ്റ്റർ, ഇവർ 3 പേരും കൂടി പെട്ടെന്ന് തന്നെ അതിപ്രഗത്ഭനായ, എനിക്ക് ഒരിക്കലും അത്രയും മാത്രം അർഹതയുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ഉന്നതനായ മഹാനെ കൊണ്ട് എന്നെ പാരിതോഷികം തന്നതിന് അവർക്ക് 3 പേർക്കും, അതുപോലെ PTA പ്രസിഡന്റിനും SMC ചെയർമാനും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇനി ഇവിടെ പറയാനുള്ളത്, നമ്മുടെ സ്കൂളിൻ്റെ നെടുന്തൂണ് ഇവിടെ അധ്യാപകരല്ല. ഇവിടെ നെടുന്തൂണ് എന്ന് പറയുന്നത് ഒരുപാട് തൂണുകളുണ്ട്. മദർ PTA, എന്തിനും ഏതിനും ഒരിടത്തും ഇങ്ങനെ ഒരു മദർ PTA കാണാൻ പറ്റൂല. അവർക്ക് ഇന്നെന്തോ കുറച്ച് വൈകിയിരുന്നു. നമ്മുടെ സഖ്യത്ത് ഇങ്ങനെയൊന്നല്ല. വിശിഷ്ടാതിഥികൾ വരുമ്പോൾ തലേന്ന് തന്നെ അവർ വന്ന് എല്ലാം തയ്യാറാക്കി. നമ്മൾ അധ്യാപകരൊന്നും അറിയണ്ട, നമുക്ക് കുട്ടികളുടെ പിന്നാലെ നടന്നാൽ മതി. എല്ലാം ഒരുക്കി. ആ ഒരു വിടവ് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട, നമ്മൾ എല്ലാം ടപ്പേന്ന് ചെയ്യുന്ന, അതിനു വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആളാണ്. എന്തോ ഇന്നൊരു താമസം താമസം കണ്ടു. സാരമില്ല, തുടർന്നും അതേപോലെ പോകണം. നിങ്ങൾക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സഹപ്രവർത്തകരെ കുറിച്ച് പറയാം. ഞാനിവിടെ പലപ്പോഴായിട്ട് 2 പ്രാവശ്യം ഹെഡ് മാസ്റ്റർ ഇല്ലാത്തപ്പോഴേ ചാർജ് വഹിക്കേണ്ടി വന്നു. ഒരിക്കൽ താൽക്കാലികമായിട്ട് സ്ഥാനം വഹിച്ചതേ ഉള്ളൂ. ഇപ്പോൾ സത്യമാഷ് വരുന്നതിന് മുന്നേ 2 മാസം ഹെഡ് മാസ്റ്ററുടെ ഇൻചാർജ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും 100% സപ്പോർട്ടായി നിന്നിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ 2 മാസം നന്നായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം അതിലുപരിയായിട്ട് ഓഫീസ് സ്റ്റാഫ്, പ്രത്യേകിച്ച് എല്ലാവരും, അഞ്ജു ആയാലും, ഗോകുൽ, ഈശ്വരൻ, രജിത, എല്ലാവരും. ഞാനിപ്പം അത്ര എക്സ്പീരിയൻസ് ഇല്ല, 19 വർഷം ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള സ്കൂളിലുള്ള പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ സീനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വല്ലായ്മയാണ്, ഒരു പാകമില്ലാത്ത ഉടുപ്പെടുത്തിട്ട പോലെയാണ്. അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത്, ടീച്ചറെ അതങ്ങനെ ചെയ്യണം, അതങ്ങനെ പറയണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു തന്ന പ്രത്യേകിച്ച് ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ നല്ലവരായ രക്ഷിതാക്കൾ, നമ്മുടെ ഈ എട്ടിക്കുളത്തിൻ്റെ പ്രത്യേകതയെന്ന് അവർക്ക് കലാപരിപാടികളാണ് കാണേണ്ടത്. അപ്പോൾ കുറച്ച് സന്ധ്യ ആകുമ്പോൾ
എല്ലാവരും വരുന്നതായിരിക്കും. ആ രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും നല്ലവരായ കുട്ടികൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഞാൻ ഈ സ്റ്റേജിൽ ഇത്രയും സമയം നിൽക്കാൻ കഴിഞ്ഞത്, അതിനുള്ള ഒരു കഴിവ് തന്നത് എനിക്ക് എട്ടിക്കുളം ഹൈസ്കൂൾ തന്നെയാണ്. ഈ 19 വർഷവും കൂടുതൽ സമയമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ 19 വർഷവും ഞാൻ ക്ലാസ് റൂമിൽ എന്ത് വേഷവും കിട്ടും, പക്ഷേ ഒരു സ്റ്റേജിൽ ഒന്ന് നിവർന്ന് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ മലയാളത്തിന് ഞാൻ ഒരൊറ്റ അധ്യാപിക. അപ്പോൾ വിദ്യാരംഗം എന്ത് പരിപാടി വന്നാലും ഞാൻ പറഞ്ഞേ പറ്റും. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചു. ഒരു 2014-15 തോന്നുന്നു വിദ്യാരംഗത്തിൻ്റെ സബ് ജില്ലാ ഒരു കഥയരങ്ങ് ഇവിടെ നമ്മുടെ പഴയ പ്രൈമറി ക്ലാസ്സിൽ നടന്നു. അപ്പോൾ അതിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കണം. എൻ്റെ ദൈവമേ, ഞാൻ ആ വേദിയിൽ പോയില്ല. അന്നാണ് സതീശ മാഷൻ, നമ്മൾ അത്ര 2 സ്കൂളാണ്. മാഷ് എൻ്റെ കൈ പിടിച്ച് വലിച്ച് ആ സ്റ്റേജിലിരുത്തി. ഞാൻ വീട്ടിലെത്തി എൻ്റെ ഏച്ചിയോട് പറഞ്ഞു, ലീലേച്ചിയോട് പറഞ്ഞു, പല മരണങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് പേടിച്ചത് ഒരു ടീച്ചർ വേദിയിൽ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് വാർത്ത വരുമല്ലോ എന്നാണ്. എൻ്റെ ഹൃദയം എത്രമാത്രം വലിപ്പമാണ് എന്നറിഞ്ഞത് ഞാൻ അന്നാണ്. ഒരു 4 വാക്യം ഞാൻ ബൈഹാർട്ട് പഠിച്ചിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റുമോ? എൻ്റെ പേര് വിളിച്ചപ്പോഴേ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ 4 വാക്യം പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നീട് അങ്ങോട്ടൊക്കെ എനിക്ക് അത്യാഗ്രഹമാണ്, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റൂല. അത് പഠിക്കുന്ന കാലത്തൊന്നും സ്റ്റേജ് കയറിയിരുന്നില്ല. പിന്നീട് ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ട് തന്നെ പറയും, പഠിച്ചതിൻ്റെ പകുതി മുക്കാലേ പറയും. ഇന്ന് ഒരു അഹങ്കാരമായിട്ട് തോന്നല്ല, എന്നാലും ഇത്രയും സമയം എനിക്ക് നിന്ന് പറയാൻ സാധിച്ചത് ഈ വിദ്യാലയം നൽകിയ ധൈര്യം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ നാടോ ഈ വിദ്യാലയമോ ഇവിടുത്തെ അധ്യാപകരോ നാട്ടുകാരെയോ എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ രക്ഷിതാക്കളോട് എനിക്കൊരെളിയ അഭ്യർത്ഥനയുണ്ട്. കുട്ടികൾ നമ്മൾ ജീവിച്ച സാഹചര്യമല്ല, ആധുനിക സാങ്കേതിക വിദ്യ ഒരുപാട് അവരെ മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രീ ഡിഗ്രി പഠനകാലത്തെ പ്രത്യേകത നമ്മുടെ മക്കൾക്ക് ഒരു 5ാം ക്ലാസ്സിലൊക്കെ വരുമ്പോഴുണ്ടായി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു 10ാം ക്ലാസ് വരെ തട്ടി കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത് നമുക്ക് നല്ലതായി വരണം. അപ്പോൾ നമ്മുടെ പ്രൈമറി കാലം മുതൽ തന്നെ അധ്യാപകർ നമ്മുടെ മക്കളെക്കുറിച്ച് നിങ്ങളോട് സ്വകാര്യമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ അധ്യാപകരെ ശത്രുക്കളെ പോലെ കരുതാൻ പാടില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുന്നിലിരിക്കുന്ന മക്കള് സ്വന്തം മക്കളാണ്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി അവരോട് കാര്യങ്ങൾ തിരക്കി അവരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം, പരിശ്രമിക്കണം എന്നൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. ഇനി എൻ്റെ കുടുംബക്കാരെ കുറിച്ച് പറയാൻ നേരം ഉണ്ടാകുമെന്തോ? ഞാൻ നേരത്തെ പറഞ്ഞു 8 മക്കളിൽ 8ാമത്തേതാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബം പണ്ടത്തെ എഴുത്താശന്മാരുടെ കുടുംബമായിരുന്നു. മുതിർന്ന സ്ത്രീകളൊക്കെ അന്ന് പറയാറുണ്ട്, അവരൊക്കെ പഠിച്ചത് ഇടത്തില വളപ്പിൽ, പയ്യന്നൂർ ഇടത്തില വളപ്പിലെ എഴുത്തുപള്ളിയിലാണെന്നാണ്. എൻ്റെ അമ്മ 7 മക്കളുള്ളതിൽ ഒരു 2ാമത്തെ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അന്ന് പഠിക്കാൻ പോകാൻ പറ്റിയില്ല. മക്കളെ ഇളയതുങ്ങളെയൊക്കെ വളർത്തേണ്ടതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അക്ഷരാഭ്യാസം കുറവാണ്. എങ്കിലും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എൻ്റെ അമ്മ പകർന്നു തന്ന അറിവുകളെ കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
2022 എൻ്റെ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞു. എല്ലാവർക്കും അമ്മ തന്നെയാണ് ദൈവം. എങ്കിലും ഓരോ അന്യായങ്ങൾ കാണുമ്പോഴേ, വേണ്ടാത്ത സ്വഭാവങ്ങൾ കാണുമ്പോഴേ ഒക്കെ അമ്മ അതിലിടപെടാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനത്തെ കൂട്ടുകൂടാൻ പാടില്ല, നമ്മളായി നമ്മുടെ പണിയായി. ആർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മ ജീവൻ ത്യജിച്ച് പോലും നല്ലൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ വൈദ്യ കൂടിയാണ്. അത് അമ്മയുടെ ഒരു വാക്കിൽ നിന്നും ആ വൈദ്യൻ, അമ്മ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വൈദ്യനെ സമീപിച്ചപ്പോൾ അമ്മയുടെ സംശയങ്ങൾ കേട്ടിട്ട്, എന്നാൽ മാതി നിനക്കിതാ ഞാനിതാ ഈ വിദ്യ പകർന്നു തരാമെന്ന് പറഞ്ഞ് മഞ്ഞപ്പിത്തത്തിൻ്റെ വൈദ്യം പറഞ്ഞു കൊടുത്ത് ഒരു 10-60ഓളം, എൻ്റെ അറിവിൽ 10-60ഓളം ആൾക്കാരെ ചികിത്സിച്ചു മാറ്റിയ ഒരു മഹതിയാണ് എൻ്റെ അമ്മ. പലരെയും മംഗലാപുരത്തു നിന്നൊക്കെ ഇനിയൊന്നുമില്ല എന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുവന്നവരെ ഞാൻ എന്നോട് ചോദിക്കും, എന്ന് വേണ്ടുമോളെ. ഞാനപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യ ജീവനല്ലേ അമ്മേ, ഒന്ന് ചികിത്സിക്കുമെന്ന് പറഞ്ഞിട്ട് മൂക്കറ്റം കള്ളു കുടിക്കുന്ന ഒരാളാണ്. നാട്ടുകാർ മൊത്തം വഴക്ക് പറഞ്ഞിട്ടും എൻ്റെ അമ്മ അദ്ദേഹത്തെ ചികിത്സിച്ച് ഒരു 3-4 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് അക്ഷരാഭ്യാസമേ ഇല്ലാതേ ഉള്ളൂ, അങ്ങനെയുള്ള ഒരമ്മയായിരുന്നു. അതുപോലെ എൻ്റെ ഏട്ടന്മാർ 4 ഏട്ടനും 3 ചേച്ചിമാരാണ് ഉണ്ടായത്. ഒരു ചേച്ചി ഒരു 3 വയസ്സിലെ മരിച്ചുപോയി. ഒരേട്ടൻ 2021 വിട്ടുപിരിഞ്ഞു. അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഒരു ടീച്ചറായത്. ഞാൻ പഠിച്ചു വന്നേ ഉള്ളൂ. അവരുടെ വിയർപ്പിൻ്റെ കൂലിയാണ് ഞാൻ പഠിച്ച് ഉന്നതിയിലെത്തിയത്. അവർക്കും ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ജീവിത പങ്കാളി, എന്നെയൊക്കെ ക്ഷമിക്കാൻ നല്ല ക്ഷമയുള്ള ആൾക്കേ പറ്റൂ. പൊട്ടിത്തെറിക്കലാണ് എന്തെങ്കിലും, അതിന് വളരെ കൂളായിട്ട് എന്നോടൊപ്പം എനിക്ക് സ്വാതന്ത്ര്യം എന്നല്ല, എനിക്കൊരു പൂച്ച വിലങ്ങിടാത്ത ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. എല്ലാവർക്കും പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അതുപോലെ എന്നെ സ്കൂളിൽ പിടിച്ചു നിർത്തിയ അധ്യാപകരിൽ 2 പേർ സതീശൻ മാസ്റ്ററും ലത ടീച്ചറുമാണ്. ഇവരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായിട്ട് കരുതുന്നു. അവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും. ഇപ്പോൾ ഒടുവിലായിട്ട് ഏറ്റവും നല്ല കലാകാരനായ സത്യനാഥ മാഷ് വന്നു. അദ്ദേഹത്തിന് ഞാൻ ഭാഗ്യം ചെയ്തവളാണ്. അതുപോലെ തന്നെ ഞാൻ സുരേന്ദ്ര മാഷ കാലത്ത് ഞാൻ ഒരാളാണ് പെർമനൻ്റ് സ്റ്റാഫ് ഉണ്ടായത്. എല്ലാറ്റിനും എന്നെ ചാർജ് ഇടും മാഷ്. പക്ഷേ മാഷ് എല്ലാറ്റിനും ഏതൊരാൾ വരുമ്പോഴും ചാർജ് എനിക്കാണ്. എന്നെ അവിടെ പിടിച്ച് നിർത്തും. എല്ലാം മാഷ് കൈകാര്യം ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സതി ടീച്ചർ വന്നു, PSC കിട്ടി, സാബു മാഷ് വന്നു, അനീഷ ടീച്ചർ വന്നു. കുറച്ച് ആശ്വാസമായി. അപ്പോൾ കഴിഞ്ഞ വർഷം സാബു മാഷ് സൗകര്യമുള്ളിടത്ത് ഞാൻ ട്രാൻസ്ഫറായി പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഷ കാലേ കയ്യെ പിടിച്ച് പറഞ്ഞു, എങ്ങനെയെങ്കിലും 1 വർഷം കൂടി നിൽക്കും മാഷേന്ന്. ഈ നാട്ടിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു പുണ്യമാണ്. നമുക്ക് ഏറ്റവും വിഷമമേറിയ കണക്ക് കുട്ടികൾ പൂ പോലെ പഠിക്കുകയും എഴുതുകയും ചെയ്തത് ഇവിടെ വന്നു ചേർന്ന ഈ മഹാഭാഗ്യമായ സാബു മാഷിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്താൻ സ്കൂളിന് ഒരു നേട്ടമാണ്. അതിന് രക്ഷിതാക്കൾ ഒറ്റക്കെട്ടായി നിന്ന് PTA-യും മാഷെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. ഞാൻ ഓരോരുത്തരെയും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ PSC എന്നോ താൽക്കാലികക്കാരെന്നോ ഒരു വേർതിരിവും നമുക്ക് തമ്മിലില്ല. അത് നമ്മൾ തമ്മിലും അറിയില്ല, രക്ഷിതാക്കളും ആരും അറിയില്ല. അതുപോലെ തന്നെ തിരിച്ചും അവർ വന്ന് ചേരും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയ 4-5 പേര് സ്കൂളിൻ്റെ കലാപരിപാടിക്ക് പങ്കുചേർന്നിട്ടുണ്ട്. അവരോടും നന്ദി പറയുന്നു. അതുപോലെ ഈ വാർഷികം കെങ്കേമമാക്കാൻ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്ന ബിന്ദു ടീച്ചർ, ശ്രീജ ടീച്ചർ, അതുപോലെ എല്ലാവരും, ഇപ്പോൾ വന്ന ഉഷ ടീച്ചർ, എല്ലാവരും, സിന്ധുലത ടീച്ചർ, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും, ആരെയും വിട്ടുപോയില്ല എന്നാണ് തോന്നുന്നത്. ആരെയും വിട്ടിട്ടില്ല. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
എൻ്റെ ഈ അവസ്ഥ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. നാട്ടുകാർ, നമ്മുടെ പ്രിയങ്കരനായ ഓട്ടോ ഡ്രൈവർ, അദ്ദേഹത്തെയും നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തണം. നമ്മുടെ സ്കൂളിൽ ഇക്കൊല്ലം നമ്മൾ വളരെ സ്മൂത്തായിട്ട് പോയത്, അല്ലെങ്കിൽ എപ്പോഴും ഈ ഓട്ടോ ഡ്രൈവറെ കൊണ്ട് അവരൊരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് കുട്ടികളെ കൊഴിഞ്ഞു പോവും, നമുക്ക് വല്ലാത്ത സമ്മർദ്ദം ചെലുത്തും. അത് അനിലാണെന്നാണ് തോന്നുന്നു പേര്. അനിലെ, നീ വിട്ടുപോകാതെ കഴിയുന്നത് പോലെ ഇവിടെ സ്കൂൾ വണ്ടി എടുക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഇവിടുന്ന് പോയാലും എൻ്റെ സമയത്തിന് ഞാനിവിടെ എന്നെ ക്ഷണിച്ചാൽ ഞാനിവിടെ എത്തിച്ചേരുന്നതായിരിക്കും. സന്തോഷപൂർവ്വം വരും. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ അത് വൈകി വന്നതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ സ്കൂളിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ശ്രീ ഇസ്ഹാഖ് അവർകൾ, മറ്റേ 100ാം വാർഷികത്തിൻ്റെ അഷ്റഫ് സാറിന് ഞാനും റഷീദ് മാഷും 2 തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. നേരത്തെ ഇക്ബാൽ സാർ, അഷ്റഫ് സാർ ആരാണ്? ആയിക്കോട്ടെ. ഇക്ബാൽ സാറിൻ്റെ വീട്ടിൽ 2 തവണ ഒന്ന് നമ്മുടെ വർണ്ണക്കൂടാരം വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത് പോയപ്പോൾ ഇത്രയും നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മൾ പറയുന്ന തുക തന്നെ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആ നന്ദി കൂടി ഇപ്പോൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ 2 ആൾക്കാർ, ഇവരെ നല്ല പരിചയമുണ്ട് സാറേ, എനിക്ക് പേര് കിട്ടുന്നില്ല. അഹമ്മദ് സാർ, പിന്നെ ബഷീർ സാർ, കണ്ണട വെച്ചാളെ ഞാൻ ഇന്ന് കാണുന്നത്ര പേര് ബഷീർ സാർ. എല്ലാവർക്കും നന്ദി. അതുകൊണ്ട് 100ാം വാർഷികത്തിൻ്റെ ഇനി സമാപനം ഗംഭീരമായിട്ട് കഴിക്കണം. എന്നെയും വിളിക്കണം, നമുക്ക് വരാൻ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ഒരവസരം കിട്ടുന്നത് പുണ്യമായിട്ട് കരുതും. നന്നായി പോകട്ടെ. നമ്മുടെ സ്കൂളിന് മേൽക്കുമേൽ യശസ്സും കീർത്തിയും എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും, എൻ്റെ പിഞ്ചു മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രേഖപ്പെടുത്തുന്നു. നമ്മോട് നേരത്തെ ആശംസ അർപ്പിക്കേണ്ട ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ